നമസ്കാരം, E24 ടെലിവിഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 2022 എത്തി നിൽക്കുന്നത്. ശാസ്ത്രം ഏറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ജ്യോതിശാസ്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പങ്കുണ്ട്. അതിൽ വിശ്വസിക്കുന്ന ധാരാളം പേരാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള പ്രണവം അസ്ട്രോളജിക്കൽ റിസർച്ച് സെന്ററിലാണ്. നമ്മളോട് ഉള്ളത് അനിതാ കുമാരി മാഡമാണ്. നമസ്കാരം മാഡം. നമസ്കാരം. ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാഡത്തെ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ട്രിവാൻഡ്രത്ത് എവിടെയാണ്, എത്ര വർഷമായിട്ട് ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കമായിട്ട് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഓക്കെ, ഞാൻ ഇത് 26 വർഷത്തിലേറെയായിട്ട് ജ്യോതിഷ വൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ പേരൂർക്കട അമ്പലമുക്ക് അവിടെയാണ് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഓഫീസ്. ധാരാളം ക്ലയൻസ് വന്ന് എന്നെ കാണാറുണ്ട്. അനുസ്യൂതം അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഞാനത് ചെയ്യുന്നു. ഇവിടെ വരുന്നവർക്കും വളരെ സന്തോഷമാണെന്ന് അവർ പറയുന്നു. പ്രണവ് റിസർച്ച് സെന്റർ അല്ലേ? അസ്ട്രോളജിക്കൽ റിസർച്ച് സെന്റർ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതെ. അപ്പം എന്റെയൊക്കെ അറിവില് വളരെ പരിമിതമായിട്ടുള്ള അറിവുകളാണ്. അപ്പം നമ്മുടെ ഋഷിചര്യന്മാർ അവരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇവിടെ റിസർച്ച് ആണ് നടക്കുന്നത്. എന്താണ് ഈ പ്രണവം റിസർച്ച് സെന്റർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവസാനിക്കാത്തതാണല്ലോ അല്ലേ? റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ ഇതൊരു വാസ്റ്റ് നോളജ്, അതായത് ഒരു മഹാസമുദ്രം പോലെയാണ് ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന വിഷയം. അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഈ വലിയ വലിയ സംഹിതകളൊക്കെ ഉള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഫലപ്രവചനം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മളെല്ലാവരും ഇപ്പോൾ എടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ ഫലപ്രവചനത്തിൽ ഒരു ചെറിയ പങ്കേ ഉള്ളൂ, പക്ഷെ അതിലുമൊക്കെ ഉപരിയായിട്ട് ഈ കണക്കുകൾ ഇങ്ങനെ വ്യാപിച്ച് മഹാസമുദ്രം പോലെ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു മഹാസമുദ്രത്തിൽ ഞാൻ പഠിച്ചു എന്നൊന്നും പറയാൻ അവകാശപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ അനുഭവങ്ങളെ പഠിച്ച് ഇത് ആപ്ലിക്കബിളാണ്, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അനുഭവം, ഈ ഗ്രഹങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ അതാണ് ഫലം, ഇതാണ് ഈ റിസർച്ച് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ നമുക്ക് വേറൊരു റിസർച്ച് പോലെ, ഇതൊരു റിസർച്ച് വർക്കാണ്. ഇങ്ങനെ വൈദ്യശാസ്ത്രം പോലെയൊക്കെ തന്നെ നമ്മൾ അതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എനിക്കൊരു വീണ്ടും ഒരു സംശയം. അപ്പം ഇതിനൊരു പിന്നിലൊരു ഇതൊരു ശാസ്ത്രമാണ്, ഒരു സയൻസ് ആണ് അല്ലേ? അതെ, തീർച്ചയായും. അപ്പം ഈ ഒരു ശാസ്ത്രത്തിന്റെ ഒരു ആധാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തരത്തിലാണ് നമ്മളിത് എങ്ങനെ എന്തുകൊണ്ട് വിശ്വസിക്കപ്പെടണം എന്നൊക്കെയാണുള്ള ചോദ്യമാണ്. കാരണം ഈ 2002 ഏറ്റവും പുരോഗമിച്ച ഒരു കാലഘട്ടമാണ്. അപ്പം എല്ലാവരും വളരെ വിദ്യാഭ്യാസമൊക്കെ നേടി ഹൈ എൻഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ജ്യോതിശാസ്ത്രമൊക്കെ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇത്രയും സയൻസ് വളർന്നിരിക്കുന്ന സമയത്ത് ഇതൊക്കെ പ്രാക്ടിക്കൽ നമ്മുടെ ലൈഫിലേക്ക് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കണോ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞല്ലോ, നമ്മൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, എന്താണ് ആധാരം. അതായത് നമ്മൾ ഇപ്പോൾ സൂര്യനെ വിശ്വസിക്കുന്നുണ്ടോ? സൂര്യനെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ എനിക്ക് സൂര്യൻ എന്ന് പറഞ്ഞൊരു എലിമെന്റ് ഈ യൂണിവേഴ്സിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സോഴ്സ് ഓഫ് എനർജി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഭൂമിയുടെ നിലനിൽപ്പ്, സോഴ്സ് ഓഫ് എനർജി. ഫോട്ടോസിന്തസിസ് ഒക്കെ വർക്ക് ചെയ്ത് ജീവജാലങ്ങൾക്കും നമുക്കൊക്കെ സൂര്യന്റെ ഒരു പ്രഭാവം വേണം. പക്ഷെ നമ്മളതൊരു അതുകൊണ്ട് നമ്മൾ അതെങ്ങനെയാണ് ജ്യോതിശാസ്ത്രമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്നത്? അതാണ്. അതായത് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഉറവിടം, സ്രോതസ്, നമ്മുടെ നിലനിൽപ്പിന്റെ സ്രോതസ്സാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ പ്രപഞ്ചത്തിലുള്ള കാണപ്പെടുന്ന ഒരു വസ്തുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രപഞ്ചവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് സൂര്യൻ ചെയ്യുന്നത്. അപ്പോൾ സൂര്യനെ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റ് പ്ലാനറ്റുകളുടെ സ്വാധീനം, മറ്റ് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയൊക്കെ സ്വാധീനം വിശ്വസിക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. അതിനൊരു മറുചോദ്യമാണ്. കാരണം സൂര്യൻ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ഇതിനെയൊക്കെ ഉണ്ടാക്കിയത് ഒരു സൃഷ്ടാവാണ്. അപ്പൊ സൃഷ്ടാവിന്റെ കൈകളിൽ കൂടെ അല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഗ്രഹങ്ങളെയൊക്കെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഈ സൃഷ്ടാവ് എന്ന് പറയുന്ന ആ തത്വം
ഈ ഭൂമിയിലുള്ള എല്ലാ മതക്കാരും എല്ലാ വിശ്വാസികളും എല്ലാ എവിടെ പോയാലും പലതരത്തിലുള്ള സാഹചര്യം അനുസരിച്ച് മതങ്ങളും ജാതികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും തന്നെ വിശ്വസിക്കുന്ന ഒരു വസ്തുതയാണ് ദൈവം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ദൈവത്തെ നമ്മൾ പല പേരിൽ വിളിക്കും. പിന്നെ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡായി ചിന്തിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്നത് ഒരു പരമമായ ഒരു ശക്തിയാണ്, ഒരു എനർജിയാണ്, പരമാത്മാവ് എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കുന്നു. മനസ്സിലായില്ലേ? സുപ്രീം സോൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് ഈ ദൈവം എന്ന് പറയുന്നത്. അപ്പം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് നമുക്ക് എവിഡൻസ് ഒന്നുമില്ലല്ലോ. ദൈവം സൃഷ്ടിച്ചു, പക്ഷേ നമ്മളെല്ലാവരും ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വിശ്വസിക്കുകയാണ്. ദൈവത്തെ നമ്മൾ കാണുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം ആ വിശ്വാസത്തിൽ ഇപ്പോൾ മന്ത്രിമാർ ഭരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് ഓരോ വീട്ടിലും ചെന്ന് ഓരോരുത്തരുടെയും കാര്യം നോക്കി ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ? നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് ഓരോരുത്തരെയും കൊണ്ട് ചെയ്യിക്കുകയാണ്. മനസ്സിലായി? എല്ലാത്തിനും ഒരു ഏജൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഓരോ ഏജൻറ്റുകൾ നമ്മളുടെ ജീവിതത്തിൽ വർത്തിക്കുന്നു. അതാണ് നമ്മൾ ഈ ഗ്രഹങ്ങളുമായിട്ടുള്ള ആ ബന്ധമൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഗാഢമായിട്ടൊന്ന് സംസാരിക്കാം. അപ്പം എനിക്ക് ഒന്ന് രണ്ട് പദങ്ങൾ ചോദിച്ചറിയാനുണ്ട്. തീർച്ചയായിട്ടും. രാശികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇതുവരെ കാര്യമായിട്ട് നോക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ ടിവികളിലൊക്കെ നമ്മളിങ്ങനെ പ്രോഗ്രാംസ് കാണുമ്പോൾ രാശികളെ കുറിച്ചും രാശി ചക്രങ്ങളെ കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ രാശി ചക്രങ്ങൾ? ഇതിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം ചോദിച്ച ചോദ്യം സാധാരണ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് അല്ലേ? എന്താണ് രാശി? ഇത് എവിടെ നിന്ന് ഉണ്ടാകുന്ന ഈ രാശി എന്നൊക്കെ അല്ലേ? ഇത് ആരും ഉണ്ടാക്കുന്നതൊന്നുമല്ല. ഇത് രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാശി ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പടമാണ്. അതായത് നമ്മളിപ്പം ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ക്ലാസ്സിൽ ടീച്ചർ ഒരു ഗ്ലോബ് ഉപയോഗിക്കുന്നു. പക്ഷേ ഗ്ലോബ് ഭൂമിയുടെ അത്രയും വലുതാകണമെന്നില്ലല്ലോ അല്ലേ? അതിൻ്റെ ഒരു മിനിയേച്ചർ, ഒരു ചെറിയ ഭാഗമാണ് ഇത് നമ്മൾ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അതിൽ വെച്ച് നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റ്, അതായത് അനന്തമെന്നാണല്ലോ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ അനന്തമായ പ്രപഞ്ചം ഒരു വൃത്താകാരത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്പിരിക്കൽ എന്ന് പറഞ്ഞാൽ കോഴിമുട്ടയുടെ ഷേപ്പിലിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും. അത് വെറുതെ പഠിച്ചതല്ല, നമ്മൾ എല്ലാവരും അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ എന്നും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ അതിൽ ഈ 12 രാശികൾ എന്ന് പറയുന്ന സാധനം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ഈ ഗോളം, ഈ വൃത്തം, ഈ യൂണിവേഴ്സിനെ 12 ഭാഗങ്ങളായി തിരിക്കുന്നു. അതായത് കോഴിമുട്ടയെ നമ്മളിങ്ങനെ 12 ഭാഗങ്ങളായി തിരിക്കുകയാണ് തുല്യ അളവിൽ. അപ്പോൾ നമ്മൾ അതിന് ഏതൊരു വൃത്തത്തിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ നമ്മൾ 12ആയി വിഭജിക്കുമ്പോൾ ഓരോ പീസും 30 ഡിഗ്രി വെച്ച് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ? ഇപ്പം നമ്മളിവിടെ ഒരു ചതുരാകൃതിയിലാണ് നമ്മൾ രാശിചക്രങ്ങളെല്ലാം നമ്മൾ ഈ ജാതകത്തിലൊക്കെ കാണുന്നത് അല്ലേ? അപ്പോൾ ചതുരാകൃതിയിൽ 12 ഗോളങ്ങളല്ലേ? പക്ഷെ അത് വൃത്താകാരമാണ്. എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ ചതുരത്തിൽ വെച്ചിരിക്കുന്നതാണ്. മനസ്സിലല്ലേ? അത് 1 മുതൽ 360 ഡിഗ്രി വരെ വരുന്ന ആ ഒരു കണക്ക്, ഈ പ്രപഞ്ചത്തിൻ്റെ, യൂണിവേഴ്സിൻ്റെ ഒരു മെഷർമെൻറ്റാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിൽ നിരന്ന് നിൽക്കുന്ന നമ്മുടെ സങ്കല്പം ഇപ്പോൾ ഒരുപാട് വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയമില്ല. പക്ഷേ നമ്മുടെ സങ്കല്പത്തിൽ കുറേ നവഗ്രഹങ്ങളെന്ന് പറഞ്ഞ് നമുക്കൊരു സങ്കല്പമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുമൊക്കെ ഉണ്ട്. ആ നവഗ്രഹങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൂര്യാദി നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് ജ്യോതിഷത്തിന് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത കുറേ ഗ്രഹങ്ങളും അതിൻ്റെ സ്വാധീനങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഈ രാശി ചക്രത്തിൽ വന്ന് നിലകൊള്ളുന്നു. ആ രാശിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കിടക്കുന്നു. ഒരു പ്രത്യേക സ്പേസിൽ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ജനിക്കുന്നു. ആ ജനിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ ഏത് ഡിഗ്രി മിനിറ്റ് ജനിക്കുന്നു എന്നുള്ളതാണ് രാശി എന്ന് പറയുന്നത്. അപ്പോൾ ആ രാശികൾക്ക് 12 രാശികൾക്കും 12 മാസങ്ങളുടെ പേരൊക്കെ കൊടുത്ത് നമുക്കിങ്ങനെ 30 ഡിഗ്രിയിലുള്ള ഓരോ ഏരിയയാണ് ഈ രാശി എന്ന് പറയുന്നത്. രാശി ചക്രം എന്ന് പറയുന്നത് ഇങ്ങനെ വൃത്താകാരത്തിൽ കിടക്കുന്ന പ്രപഞ്ചത്തെ തന്നെയാണ്. അപ്പോൾ രാശി എന്താണെന്നും രാശി ചക്രം എന്താണെന്നും നമ്മൾ സംസാരിക്കും. അപ്പോൾ അതൊരു വ്യക്തിയുടെ ജന്മമായിട്ട് ബന്ധപ്പെട്ട്, ജനിക്കുന്ന സമയമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് പല ജ്യോതിഷികളും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾക്കാരുടെ സ്വഭാവം ഇതിനെയൊക്കെ, കാരണം ഒരാളെ നേരിട്ട് കാണുകയും കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതികളാണ്. അപ്പം ഇതും ഈ രാശിചക്രം അല്ലെങ്കിൽ രാശിയുമായിട്ട് ഒരാളുടെ ജനനവും സ്വഭാവവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കേണ്ടത്? അതിനെ നമ്മൾ എങ്ങനെ നമ്മുടെ ഒരു
വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അത് നമ്മളൊന്ന് കൺസൾട്ട് ചെയ്താലേ അത് നിങ്ങൾക്ക് ബോധ്യമാവുള്ളൂ, മനസ്സിലായില്ലേ? നമ്മളൊന്ന് കൺസൾട്ട് ചെയ്താൽ നമുക്ക് നിങ്ങളുടെ സ്വഭാവമൊക്കെ വിസ്തരിച്ച് പറയാൻ പറ്റും. പക്ഷേ ഏതൊരു ജ്യോതിഷിക്കും ജ്യോത്സ്യനും ഒരു നല്ലവണ്ണം പഠിച്ച ഒരു ജ്യോത്സ്യൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം തന്നെ കണക്കാണ്, ബേസിക് മാത്തമാറ്റിക്സ് ആണ്. ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, അതായത് ഡിഗ്രിയുടെയും അവറിൻ്റെയും കണക്കാണ്, മനസ്സിലായില്ലേ? സമയവും സ്ഥലവും, ഇതാണ് ആ കണക്കുകൾ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ജനിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അപ്പോൾ ആ ജനിക്കുന്ന സമയത്ത് സൂര്യൻ ഈ ഭൂമിയുടെ ഏത് ഡയറക്ഷനിൽ നിൽക്കുന്നു, സൂര്യൻ എവിടെ, അതിന് നമ്മൾ ഉദിക്കുന്നു എന്ന് പറയും. അപ്പോൾ രാവിലെ നമ്മൾ ഭൂമി ഉദിക്കുന്നു എന്നാരും പറയാറില്ലല്ലോ, നമ്മൾ ഭൂമി എന്നുകൊണ്ടല്ലേ കാണുന്നത്, അതുകൊണ്ട് നമ്മൾ സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയും അല്ലേ? അപ്പോൾ ആ സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയണ പോലെ തന്നെ ഉദയസൂര്യൻ ഇങ്ങനെ ദിനചലനത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ആ ഡിഗ്രി മിനിറ്റിന് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഓരോ രാശിയിൽ നമ്മുടെ സൂര്യൻ ഉദിക്കും. ഇപ്പം മേടം മുതൽ മീനം വരെ ഉള്ള മാസത്തിൻ്റെ പേരാണ് രാശിക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ, ഓരോ രാശിക്കും. അപ്പോൾ ഒരു രാശിയിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ, ഒരു പ്രത്യേക ഡിഗ്രി മിനിറ്റിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ ഒരു കുട്ടി ഭൂമിയിൽ ജനിക്കുന്നു. അപ്പോൾ അതാണ് ലഗ്നം എന്ന് പറയുന്നത്, ലഗ്നം. അപ്പോൾ ഈ ലഗ്നം വെച്ചിട്ടും അതേപോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ സമയത്ത് ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്, ചന്ദ്രൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് നക്ഷത്ര മേഖലയിൽ നിൽക്കുന്നു, നക്ഷത്ര മേഖലയാണ്. നമ്മുടെ ഒരു നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക എന്ന് പറഞ്ഞ നക്ഷത്രം നമ്മളതിനെ ഓമന പേരിട്ട് വിളിക്കുന്നെങ്കിലും അശ്വതി നക്ഷത്ര മേഖല എന്നാണ്, ഒരു വാസ്റ്റ് ഏരിയയാണത്. അശ്വതി എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ഏരിയയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഏത് നക്ഷത്ര മേഖലയിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് കുട്ടി ജനിക്കുന്നത്, അതിന് ചന്ദ്രലഗ്നം എന്ന് പറയും, ചന്ദ്രലഗ്നം. അതുപോലെ കുട്ടി ജനിക്കുമ്പോൾ സൂര്യൻ എവിടെ ഉദിച്ചു നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിന് നമ്മൾ ജന്മലഗ്നം എന്ന് പറയുന്നു, ജന്മലഗ്നം എന്ന് പറയുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജന്മലഗ്നവും ചന്ദ്രലഗ്നവും നക്ഷത്രം എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിനൊക്കെ ഓരോ സ്വഭാവങ്ങൾ വളരെ നന്നായി റിസർച്ച് ചെയ്ത് പഠിച്ച് ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അതാണ് ജ്യോത്സ്യന്മാർ പഠിച്ചിട്ട് അത് പറയുന്നത്. അപ്പോൾ അത് വളരെ കറക്റ്റായിരിക്കും. അപ്പോൾ മേടരാശി എന്ന് പറയുന്നത് അതിൻ്റെ അധിപൻ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നമുക്കറിയാം വളരെ ചൂടുള്ളതാണ്, അഗ്നിയുടെ സമാനമായ ഒരു ഗ്രഹമാണ്, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹമാണ്. അപ്പം പൊതുവേ മേടരാശിക്കാർ ഇത്തിരി ചൂടന്മാരായിരിക്കും എന്ന് പറഞ്ഞത് കറക്റ്റായിരിക്കും, മനസ്സിലായില്ലേ? പക്ഷേ അതിൽ 30 ഡിഗ്രി ഉണ്ടെന്ന് ഓർക്കണം. 30 ഡിഗ്രിയിൽ ഏത് ഡിഗ്രിയിലാണ് അത് ജനിച്ചത്, അതിൻ്റെ ഇപ്പം ഒരു ആൾ ജനിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് യൂണിവേഴ്സ് നിന്നിട്ട് അത് നോക്കി നിൽക്കുന്നില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അമിതമായ സ്പീഡിൽ ഈ ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴി ടച്ച് ചെയ്യുമ്പോൾ എടുക്കുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ലഗ്നം, അതുപോലെ അല്ല ചന്ദ്രൻ, മനസ്സിലായില്ലേ? ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം. അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവമുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചാലേ മനസ്സിലാവും. പിന്നെ മേടരാശി ആടിൻ്റെ സ്വരൂപമാണ്. അപ്പോൾ ആടിൻ്റെതായ കുറേ ക്വാളിറ്റീസ് ഈ വ്യക്തിക്കുണ്ടാവും, മനസ്സിലായില്ലേ? അയാൾ സ്നാക്സ് കഴിക്കുന്ന ആളായിരിക്കും, മനസ്സിലായില്ലേ? അയാൾ കുറച്ച് ആട് എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട്, പിന്നെ അയാൾ വളരെ സിലക്റ്റീവായിട്ട് തിന്നുന്ന ആളായിരിക്കും, മനസ്സിലായില്ലേ? അതായത് എല്ലാം കഴിക്കൂല, ആട് ഔഷധ ചെടികൾ മാത്രമേ കഴിക്കുകയുള്ളൂ, മനസ്സിലായോ? പിന്നെ അയാൾ ഭയങ്കര ഇങ്ങനെ തടിയനോ ഒന്നും ആകില്ല, കുറച്ച് ശരീരമൊക്കെ ഒതുങ്ങി ഒരു പ്രത്യേക ഭംഗിയുള്ള ആളായിരിക്കും. പിന്നെ അതുകൂടാതെ ആക്റ്റീവായിരിക്കും. ഇങ്ങനെയൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ആ രാശിയുടെ സ്വരൂപം എന്ന് പറയുന്നതിന് രാശി സ്വരൂപം. ആ മേടരാശിക്ക് മേഷം, അതുകൊണ്ടാണ് മേഷം എന്ന് പറഞ്ഞാൽ ആട്. ആ മേടരാശിയുടെ സ്വഭാവം എന്നും പറഞ്ഞിട്ട് അത് വരുന്നത്. അപ്പം മേടരാശിയിലാണ് അശ്വതി നക്ഷത്രം വരുന്നതെങ്കിൽ അശ്വതിക്കൊരു സ്വഭാവം, ഭരണിക്കൊരു സ്വഭാവം, കാർത്തികയ്ക്കൊരു സ്വഭാവം. ഇതൊക്കെ നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. അത് നമ്മൾ ചുമ്മാ പഠിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞ് തെറ്റിപ്പോയാൽ പിന്നെ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ അയ്യോ ഇത് കറക്റ്റാണ്, അങ്ങേരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്നിങ്ങനെ പറഞ്ഞ് കേട്ട് നമ്മുടെ എല്ലാത്തിലും ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് അല്ലേ? അപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വച്ച് പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും തെറ്റില്ല, അത് കറക്റ്റായിരിക്കും. അതെ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്
ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു പലക വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂടുതൽ സിനിമാസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അവിടെ നിരത്തുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ രാശിചക്രങ്ങളെ കുറിച്ചും ഗ്രഹങ്ങളുടെ നിലകളെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇത് ഈ നമ്മുടെ ഈ പലകയിൽ പലക എന്ന് തന്നെയാണ് പറയുന്നത്, രാശിപ്പലക എന്ന് പറയുന്നത്. പലകയിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പൊ ഒരാൾ കൺസൾട്ട് ചെയ്യാൻ വരുവാണെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കുമല്ലോ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ് നമ്മൾ എഴുതി വെക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കവടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരാൾക്ക് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും? ഇത്തരം കാര്യങ്ങൾ. കാരണം എന്റെ ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കുന്നു. സാധാരണക്കാർക്ക് ചിലപ്പം എല്ലാ മതസ്ഥരും ഒന്നും ചിലപ്പോൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ അവർക്കും ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഈ പിന്നെ രാശിപ്പലയെ കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. ഇതിലൊരു രാശിചക്രം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ രാശിചക്രം 12 കോളങ്ങളുണ്ട്. അതെ. അപ്പൊ അതിൽ നിങ്ങൾ ഈ ലാ മാ സാ കു എന്നൊക്കെ പറഞ്ഞ് ഇത് പഠിച്ചിട്ടില്ലാത്തവർക്ക് ഒരു ചിരി വരുന്ന രീതിയിൽ അല്ലേ, ഷൂ കു ഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അക്ഷരങ്ങൾ കാണാം അല്ലേ. അപ്പൊ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാശി ചക്രം ആണ് ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രാശി ചക്രത്തിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ രാഘുമാശ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം നിൽക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം യൂണിവേഴ്സിൽ നമ്മൾ നമ്മളിപ്പം ഭൂമിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈ ഭൂമിയും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം അറ്റ് പ്രസൻറ്റ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഉള്ള ഗ്രഹനിലയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതെ. പക്ഷേ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ലഗ്നം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയം സൂര്യൻ മൂവ് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ബാക്കിയെല്ലാം ശംഖ് മാറ്റുന്നതല്ല. ഈ ശംഖെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാചീനമായ ഒരു വസ്തു ഉപയോഗമാണ്. അതായത് പണ്ട് നമുക്ക് ഡിജിറ്റ് ഉണ്ടായിരുന്നില്ല. ഡിജിറ്റ് സംഖ്യ 1 2 3 4 അതുണ്ടായിരുന്നില്ലാത്ത ആ കാലഘട്ടത്തിൽ കണക്കാണല്ലോ എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കണക്ക് കൂട്ടാൻ വേണ്ടി 108 കവടി എന്ന് പറയുന്ന ഈ ചെറിയ ശംഖ് എടുക്കുകയാണ്. 108 എണ്ണം. അതിന് കവടി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം 108 എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കവടി എടുത്ത് നമ്മൾ 108 എണ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് കാൽക്കുലേഷനാണ്. കുറേ ഇങ്ങനെയൊക്കെ വയ്ക്കുന്ന കണ്ടിട്ടില്ലേ? അതിങ്ങനെ എടുത്ത് അങ്ങ് വെച്ചിട്ട് അത് കംപ്ലീറ്റ്ലി ഇതെല്ലാം നമുക്കെല്ലാവരുടെയും ഉള്ളിൽ, നമ്മുടെ എല്ലാവരുടെയും പിന്നിൽ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവികമായൊരു ശക്തിയുണ്ട്. അപ്പോൾ ആ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വയ്ക്കുകയാണ്, ഭഗവാനെ ഞാൻ ഈ ചെയ്യുന്നത് ശരിയായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇത് 12 രാശികളാണല്ലോ. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിച്ചം കിട്ടുന്നത് 5 ആണെങ്കിൽ നമ്മളിതാ ഈ മേടം തൊട്ട് 1 2 3 4 5 എന്ന് എണ്ണിയിട്ട് ആ കവടി ഇങ്ങ് മാറ്റി വയ്ക്കും. ഇതാണ്. എന്നിട്ട് അവിടെ തൊട്ട് നമ്മൾ ഫലം പറയും. അപ്പം നമ്മുടെ ആരൂഢം എന്ന് പറയുന്ന ഒരു സാധനമാണിത്. ആരൂഢം. അപ്പോൾ ഈ ആരൂഢം വെച്ച് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആളിൻ്റെ ഫലം പറയുകയാണ്. അതായത് അയാളിപ്പോൾ ഇവിടെ ജനിച്ചിരിക്കുന്ന പോലെ. മനസ്സിലായില്ലേ? അപ്പോൾ അയാളുടെ ജാതകം വായിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അയാളുടെ ജാതകമാണ് ഞാൻ വായിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ലഗ്നമെന്ന് പറയുന്നത് സൂര്യൻ ഇപ്പോൾ ഉദിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ദിക്ക് മാത്രമല്ല, സ്പേസ് ആൻഡ് ടൈം, സമയവും പിന്നെ എന്തോന്ന് ദിക്കും അല്ലേ. അപ്പോൾ സ്പേസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ സ്ഥലമാണ്. അല്ല ഭൂമി അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമൊന്നുമില്ല. പ്രപഞ്ചത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ഡിഗ്രി മിനിറ്റിൽ ഒരു പ്രത്യേക പോയിന്റിൽ ഒരാൾ ജനിക്കുന്നു, ഒരാൾ വരുന്നു. ഇതാണ് നമ്മുടെ കണക്ക്. അതായത് എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ കൃത്യസമയം നോക്കി അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു വിശകലനമാണ് നമ്മൾ. തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി ആദ്യം പാസ്റ്റ് പറയും. മനസ്സിലായോ? പാസ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലേ, ഇതൊക്കെയല്ലേ അനുഭവം. അതെ അത് തന്നെ. 14 വയസ്സ് വരെ നിങ്ങൾ വളരെ നന്നായി പഠിച്ചിരുന്നു. 9ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിത്തത്തിൽ ഇതായി പോയി അല്ലേ. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് ശരിയാണ്, ഈ പറയുന്നതൊക്കെ ശരിയാണ്. എന്നാലല്ലേ ഫ്യൂച്ചർ വിശ്വസിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അത് കറക്റ്റായിരിക്കും. നമ്മൾ പറയുന്നത് കറക്റ്റായിരിക്കും. അത് എല്ലാവരും പറയുന്നത് കറക്റ്റാകണമെന്നില്ല. ഇതിന് ദൈവാധീനം വേണം, കണക്കിൽ ജ്ഞാനം വേണം. ഏത് വിദ്യയാണെങ്കിലും ഇപ്പം താങ്കൾ എൻജിനീയറാണ് അല്ലേ. അപ്പോൾ എൻജിനീയറിങ്ങിൽ താങ്കൾക്ക് ആ ഒരു ടാലൻ്റ് ഉള്ളതുകൊണ്ടല്ലേ അത് പഠിക്കുന്നത്. അത് വെച്ച് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് എൻജിനീയേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ പകച്ചു നോക്കി നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് അറിവുണ്ട്, അവരായിരിക്കും റാങ്ക് ഹോൾഡർ ആയിരിക്കും, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അല്പം അറിവാണെങ്കിലും അത് വെച്ച് പ്രയോഗിക്കുന്നവനാണ് ഏറ്റവും
പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗിക ബുദ്ധിയുള്ള മനുഷ്യൻ അല്ലേ. അപ്പോൾ ആ പ്രായോഗിക ബുദ്ധി കൊണ്ട് നമ്മളിത് പറഞ്ഞ് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മളൊരു ജ്യോതിഷനായി മാറുന്നത്. മനസ്സിലായോ? പൊതുവെ ജ്യോതിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ആൾക്കാർ ഇതിനെ അന്ധവിശ്വാസമായിട്ട് കാണാറുണ്ട് അല്ലെ. ചിലർ വളരെ ഭക്തിയോടുകൂടിയും ഒക്കെ അവരുടെ കാര്യങ്ങൾ അറിയാൻ വരുമ്പോൾ ചിലർ വളരെ നിസ്സാരമായിട്ട് അതിനെ തള്ളിക്ക് അറിയാറുണ്ട് അന്ധവിശ്വാസം എന്നുള്ളൊരു പേര്. ഈ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഈ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കപ്പെടുന്ന അവസരങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു. അപ്പം അന്ധവിശ്വാസവും ജ്യോതിശാസ്ത്രവും ഇതിൽ തമ്മിലുള്ള ഒരു കോറിലേഷനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാൽ. ഓക്കെ, പറയാം. നമുക്കിപ്പോൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ധമായി ഒന്നിനെ വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? നമുക്ക് അറിവില്ലാതെ ഒന്നിനെ വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അതിൻ്റെ അർത്ഥമൊക്കെ ഇപ്പോൾ മാറിയിട്ട് വേറെ എന്തൊക്കെയോ ആയി മാറിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും എനിക്ക് ഉദ്ദേശിച്ചത് മനസ്സിലായി. എന്താണ് ഈ അന്ധവിശ്വാസം എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ നടത്തുക. ജ്യോതിഷത്തിൻ്റെ പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ നടത്തുന്നതിനെയാണ് നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ നമ്മുടെ ഈ ഗ്രഹനില എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗ്രഹനില എന്ന് പറഞ്ഞാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്, ഈ രാശിചക്രങ്ങളിൽ ഗ്രഹങ്ങൾ വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഗ്രഹനില. അപ്പോൾ ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ ഒരു നിലയിൽ ഇങ്ങനെ വരുന്ന ആ സമയത്തെടുക്കുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫാണ് നമ്മുടെ ജാതകം എന്ന് ഞാൻ പറഞ്ഞു. ഈ ജാതകവശാൽ ഈ വ്യക്തി ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് ഞങ്ങളുടെ ശാസ്ത്രം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർവ്വജന്മമുണ്ട്, ആ പൂർവ്വജന്മത്തിലെ ശേഷിപ്പാണ് നമ്മുടെ ജീവിതം. അപ്പോൾ അതിനാണ് ഒരു ജനനശിഷ്ടം. കഴിഞ്ഞ ജന്മം ശുക്രദശ 10 വർഷം അനുഭവിച്ചിട്ട് മരിച്ചുപോയ ആൾ 10 വർഷം ശിഷ്ടദശയുമായി അടുത്ത ജന്മം ജനിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കണക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജനിച്ച അന്ന് മുതൽ അയാൾക്ക് ശുക്രദശ 10 വർഷം കഴിഞ്ഞ് അയാൾ സൂര്യദശ ഇങ്ങനെയൊക്കെ കടന്നങ്ങ് പോവുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫലം പറയുന്നത് അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കർമ്മഫലം അനുഭവിക്കാനായി സ്വമേധയാ ചൂസ് ചെയ്ത്, അതായത് തീരുമാനിച്ച് സ്വയം വന്നിരിക്കുന്നുവെന്നാണ് ഈ നമ്മുടെ ശാസ്ത്രം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വന്ന ഒരാൾ സ്വയമേ താൻ ചെയ്ത കർമ്മം അനുഭവിച്ച് ക്ലെൻസിങ്, അതായത് നമ്മുടെ ആത്മശുദ്ധി വരുത്താനായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ആത്മശുദ്ധി വരുത്തുന്നതിനിടയിൽ അയ്യോ എനിക്കിനി വയ്യേ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കാണുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ. മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കർമ്മഫലം തിരുത്താനായിട്ട് ഒരു മന്ത്രത്തിനോ പൂജയ്ക്കോ ഒന്നും ശക്തിയില്ല. മനസ്സിലായില്ല? അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. പക്ഷേ കാണിക്കുന്നത് അത് തന്നെയാണ്. ഒരു കൂടുതലായിട്ടുള്ള ഒരു സ്വാമിക്ക് കുറച്ചധികം പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റി വെക്കും. അങ്ങനെയുള്ള സിനിമകളിലൊക്കെ അതുകൊണ്ടായിരിക്കും അന്ധവിശ്വാസങ്ങളൊക്കെ. അപ്പൊ അത് തന്നെ. അപ്പൊ അത് അന്ധവിശ്വാസമായി ഇവിടെ ഇങ്ങനെ പ്രചരിച്ചതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ശാസ്ത്രത്തിലെ ഈ സത്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായി ഫ്രസ്ട്രേറ്റഡ് ആകും. അതായത് നിരാശനായി പോകും, തകർന്നു പോകും. അയ്യോ എനിക്കിനി അനുഭവങ്ങളൊന്നും തിരുത്താൻ പറ്റില്ല, ഞാനിനി രക്ഷപ്പെടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എല്ലാവർക്കും എന്നും കഷ്ടകാലമല്ല, ഒരു നല്ല കാലം ഉണ്ടെങ്കിൽ കഷ്ടകാലമുണ്ട്, അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ലതാണ്, നിങ്ങൾ കഴിഞ്ഞ ജന്മിച്ച പുണ്യഫലത്തിൻ്റെ അനുഭവിക്കാൻ സമയം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി വളരെ കഷ്ടകാലമാണ്, ഒരു 7.5 ശനിയൊക്കെ വന്നു കഴിഞ്ഞാൽ 7.5 വർഷം പോക്കാണ്. ഇത് നമ്മുടെ അനുഭവത്തിൽ വളരെ വളരെ വർഷങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അവരോട് 7.5 ശനിയാണെങ്കിൽ നിങ്ങൾക്ക് ശനിക്ക് ബലമുണ്ട് എന്നൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് നിങ്ങൾ ഇന്ന വഴിപാടുകളൊക്കെ ഇത്ര നാളങ്ങ് ചെയ്യേ എന്ന് പറയുമ്പോൾ അവരതിലോട്ടങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ മനസ്സിൽ അവർക്ക് തന്നെ ആത്മവിശ്വാസം ഉണ്ടാകുകയാണ് ആ പ്രവൃത്തിയിലൂടെ, ആ പൂജ, ആ വഴിപാട്. അങ്ങനെ സ്വയമേ അവരെന്ത് ട്രീറ്റ് ചെയ്യുന്നു. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ മാറും. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അതിലേക്കായി. അപ്പോൾ അങ്ങനെ അതിലൂടെ നമ്മളങ്ങ് കടന്നു പോകുമ്പോൾ അവർക്ക് മെൻ്റൽ റിലീഫ് ഉണ്ടാകുകയാണ്, മാനസികമായി സമാധാനം ഉണ്ടാകുകയാണ്. അതായത് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ പോലെ. മനസ്സിലായില്ലേ? അതായത് നമ്മൾ മരുന്നും മന്ത്രവും പണ്ടേ എല്ലാവരും വൈദ്യന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മരുന്നും വേണം മന്ത്രവും വേണം. അപ്പോൾ അതൊരു വലിയ അപ്രോച്ചാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഒരാളുടെ സമീപനമാണ്. നമ്മളിപ്പോൾ ഈ മരുന്ന് കൊണ്ട് കഴിച്ചോ, ചില ഡോക്ടർമാരെ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ, അവരെ കുറിച്ച് അപ്പോൾ ഇന്നാ ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ നമുക്കത് ഇത് കഴിച്ചാൽ മാറും, അയാൾ എൻ്റെ അസുഖം പോലും കേട്ടില്ല എന്നൊക്കെ തോന്നും. മനസ്സിലായില്ലേ? ഇപ്പോൾ അതങ്ങനെയല്ല, ഇദ്ദേഹം അതൊക്കെ കേട്ടിരുന്നു, അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ട്. അപ്പോൾ ഒരാൾ ശരിക്കും എല്ലാം മനസ്സിൻ്റെ വ്യാപാരമാണ്. മനസ്സിലായില്ലേ? അപ്പം മനസ്സാണ്
എന്തിനെ അന്ധമായി വിശ്വസിക്കുന്നതും വിശ്വാസം ഇല്ലാതെ വരുന്നു. അപ്പോൾ ഈ പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പം ശരിക്കും റിലീഫ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പ്രാചീനമായ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ രാശി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞെന്നില്ലേ, പണ്ട് ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രാശി എടുത്തിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. അതുപോലെ പണ്ട് നമുക്ക് വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ചികിത്സയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ പുക ചികിത്സ കൊടുത്തിരുന്നു. അതാണ് ഈ ഹോമം എന്ന് പറയുന്നത്. അതിൽ ഹവിക്കുന്നത്, അതായത് ഹോമിക്കുന്നതെല്ലാം തന്നെ ഇതാണ്, ഔഷധങ്ങളാണ്, ഔഷധക്കൂട്ടുകളാണ്. അതിൻ്റെ പുക ശ്വസിക്കുമ്പം നമുക്ക് കുറേ അസുഖങ്ങളൊക്കെ അങ്ങ് മാറും. മനസ്സിലായില്ലേ? ഇപ്പം ഇതെല്ലാം ഇങ്ങനെ ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്തപ്പോൾ ഒരു നിരീശ്വരവാദിയോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല എന്നും പറഞ്ഞിരിക്കുന്ന ആളെ നമുക്ക് പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് വർഷങ്ങളെടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് അതിനെ അന്ധവിശ്വാസം എന്ന് ഇങ്ങനെ കൂട്ടിക്കലർത്തി വിളിക്കുന്നത്. ശരിക്കും ഇതൊരു സൈക്കോളജിക്കൽ റിലീഫ് കൊടുക്കുകയാണ് അവർക്ക്. എനിക്കൊരു വലിയൊരു സംശയം ഇപ്പം പറഞ്ഞായിരുന്നു, നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിപ്പം പ്രതിവിധികളെ കുറിച്ചൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്ര പ്രതിവിധി ചെയ്താൽ മതി. പക്ഷെ അതിനകത്ത് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ബലം മാത്രം നൽകാനേ സാധിക്കുള്ളൂ അല്ലേ? കാരണം നെഗറ്റീവായി ഡെസ്പറേറ്റ് ആയിട്ട് പോകാതെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു തന്നെ തീരുമെന്നാണ് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും സർവൈവലാണ് അതുകൊണ്ടൊക്കെ കിട്ടുന്നത്, സർവൈവൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, തീർത്ഥയാത്ര പോവുകയാണല്ലോ ഒരു വീട്ടുകാർ. നിങ്ങൾക്ക് പത്രത്തിൽ കാണൂലേ, തീർത്ഥയാത്ര പോയി ഇത്രയും പേര് മരിച്ചുപോയി. എന്നാൽ പിന്നെ അതൊക്കെ കൊണ്ട് എന്തുകൊണ്ട് അവർ രക്ഷപ്പെട്ടില്ല? അതവരുടെ വിധിയാണ്, യോഗമൃത്യു എന്ന് പറയുന്നതിന്. അപ്പൊ ഈ ലക്ഷങ്ങളും ഒക്കെ മുടക്കി പൂജാ പ്രതിവിധികൾ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കൊരു സംശയമാണ്. അപ്പൊ അത് ചെയ്താലും അവർക്ക് ഭവിക്കാനുള്ളത് ഭവിക്കില്ലേ എന്നാണ് എൻ്റെ ഒരു നിസ്സാരമായ ഒരു ചോദ്യം. പക്ഷേ ഇപ്പം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതിന് പൂർണ്ണമായ ഒരു ഉത്തരം തരാനായിട്ട് എനിക്ക് അതിനുള്ള കഴിവില്ല. മനസ്സിലായില്ലേ? പക്ഷെ പലപ്പോഴും പൂജകൾ കൊണ്ട് ആളുകൾക്ക് വളരെയധികം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് സൈക്കോളജിക്കലാണോ അല്ലെങ്കിൽ ആ പൂജയുടെ എഫക്റ്റ് ആണോ എന്ന് പറയാനുള്ള ജ്ഞാനം എനിക്കില്ല. അപ്പോൾ മാഡം, നമ്മൾ പ്രണവം അസ്ട്രോളജിക്കൽ റിസർച്ച് സെന്റർ അല്ലേ, ഇവിടെ രോഗനിർണയങ്ങൾ നടത്തണമെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള അസ്വസ്ഥതകളെയും അവസ്ഥകളെയും അതാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് ഒരു ജ്യോതിശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തി ഒരാളുടെ രോഗത്തെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും? ശരിക്കും അതിനകത്ത് വാസ്തവമുണ്ടോ? വാസ്തവമേ ഉള്ളൂ. മനസ്സിലായില്ല? അതായത് നമുക്ക് ജ്യോതിശാസ്ത്രത്തിൽ മെഡിക്കൽ അസ്ട്രോളജി പഠിക്കാനുണ്ട്. മെഡിക്കൽ അസ്ട്രോളജി അതായത് എല്ലാത്തിൻ്റെയും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഇൻ്റർ റിലേറ്റഡ് ആണ്. മനസ്സിലായില്ലേ? ഒരു നെറ്റ്വർക്ക് പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനിടയിൽ നമ്മളെ ഈ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു. നമുക്ക് ഇനി ഒരു അവസരത്തിൽ കുറേ കൂടെ വിശദമായിട്ടൊക്കെ പറയാം നമുക്കത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ആ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഗ്രഹങ്ങളെ നമ്മൾ പാപഗ്രഹങ്ങളെന്നും ശുഭഗ്രഹങ്ങളെന്നും രണ്ട് സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പാപഗ്രഹങ്ങൾ അല്ലെങ്കിൽ തമോഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും സൂര്യനെ നമ്മൾ ഗ്രഹമായിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടി കണക്കാക്കുന്നുണ്ട്. സൂര്യൻ നക്ഷത്രമാണെങ്കിലും നമ്മൾ ഗ്രഹമായിട്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ ജ്യോതിശാസ്ത്രത്തിന് വേണ്ടിയിട്ട് ആചാര്യന്മാർ ഒരു കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ നവഗ്രഹങ്ങളെന്ന് പറയുന്ന എലിമെൻസിനെ പറ്റി പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഈ സൂര്യൻ എന്ന് പറയുന്ന അത് ഒരു പാപഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. പാപനാണെന്നാണ് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? സൂര്യൻ്റെ ചൂടുമൊക്കെ സൂര്യൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഭാര്യ പോലും പോകില്ലായിരുന്നു, സ്വപ്ന അല്ലേ, എരിഞ്ഞ് പോകുമായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ സൂര്യനെ പാപഗ്രഹമായിട്ട് കാണുന്നു. അതേപോലെ സൂര്യനോടടുത്ത് നിൽക്കുന്ന ഭൂമിയുടെ അറ്റ്ലാന്റിക് ഓഷൻ്റെ അടപ്പാണ് നമ്മുടെ ചൊവ്വാഗ്രഹം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏതോ ബിഗ് ബാങ്ക് ഒക്കെ വന്നപ്പോഴത്തേക്കും ഈ വലിയ സ്ഫോടനം വന്നപ്പോൾ തെറിച്ചു പോയതാണ് ചൊവ്വാഗ്രഹമെന്നും ഭൂമിയുടെ എല്ലാ സവിശേഷതകളും അതിനുണ്ട്. പക്ഷെ അത് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ചൊവ്വയും ഒരു പാപഗ്രഹമാണ്. പിന്നെ ഇവിടുന്ന് വളരെ വളരെ ഏറ്റവും ഔട്ടർ ലെയറിൽ കറങ്ങുന്ന ശനി വളരെ ദൂരമാണ്. അതുകൊണ്ട് ശനിയെ നമ്മൾ പാപഗ്രഹമായിട്ട് കാണുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തമോഗ്രഹങ്ങളെ നമുക്കിപ്പം ജ്യോതിശാസ്ത്രത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ രാശിചക്രത്തിലെ ഓരോ രാശിക്കും ഓരോ പേരുണ്ട്. അതേപോലെ ഓരോ അവയവസങ്കല്പം, കാലപുരുഷൻ്റെ അവയവസങ്കല്പമാണ് നമ്മുടെ ഈ രാശിചക്രം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ രാശിയെക്കുറിച്ച് 41 കാര്യങ്ങൾ പറയാനുണ്ട്.
അത് പറഞ്ഞ് നമുക്കിപ്പോഴെങ്കിലും തീരില്ലല്ലോ. അപ്പോൾ ആ രാശിചക്രത്തിൽ ഇപ്പോൾ തലയെന്ന് പറയുന്നത്, ശിരസ് എന്ന് പറയുന്നത് നമ്മുടെ മേഷരാശിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ശിരസിൻ്റെ സ്ഥാനം, അങ്ങനെ ഓരോ അവയവങ്ങളുണ്ട്, അതിന് ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. കാലാങ്കാനി വരാങ്ക മനനമുരോ ഹൃത് ക്രോഡവാസോ ഭൃതൗ വസ്തിർ വ്യഞ്ജനമൂരു ജാനുയുകളെ ജംഘേ തതോങ്ക്രിദ്വയം എന്നിങ്ങനെ ഒരു ശ്ലോകമുണ്ട്, മനസ്സിലായില്ലേ? അതായത് മേഷാശി പ്രഥമ, അശ്വതി മുതൽ തുടങ്ങുന്നു, മേടത്തിൽ തുടങ്ങുന്നു, മനസ്സിലായില്ലേ? അങ്ങനെ നവവൃക്ഷചരണ, അങ്ങനെ 9 നക്ഷത്രങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? എന്നൊക്കെ നമുക്ക് ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ആ ശ്ലോകം വെച്ചിട്ടാണ് നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ കാലപുരുഷൻ്റെ അവയവങ്ങളായിട്ടാണ് ഈ രാശിചക്രത്തെ കാണുന്നത്, മനസ്സിലായില്ലേ? അത് മേടം, ശിരസ്, അതുപോലെ ഓരോ അവയവങ്ങൾ അങ്ങനെ ഓരോ രാശിയിൽ വരുന്നു. പാദം വന്നിട്ട് മീനം, അങ്ങനെ മേടം മുതൽ മീനം വരെയുള്ള അവയവങ്ങൾ, കാലപുരുഷൻ്റെ അവയവങ്ങൾ. ഈ അവയവങ്ങൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ലഗ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ആൻഡ് ടൈം, നമ്മൾ ജനിക്കുന്ന സമയവും ഇതും കൂടെ എടുത്തിട്ട്, കാലവും കൂടി എടുത്തിട്ട് നമുക്കൊരു കണക്കുണ്ടല്ലോ. അത് വന്ന് നിൽക്കുന്ന ആ സ്ഥലത്തുനിന്ന് അതിനെ ചുറ്റിപ്പറ്റി ഈ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ കാലപുരുഷൻ്റെ അവയവങ്ങളെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഈ രാശിചക്രത്തിലെ ഏത് അവയവത്തിലാണ് പാപഗ്രഹം വന്ന് നിൽക്കുന്നത്, ആ അവയവത്തിന് രോഗമുണ്ടാകും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് 7 സർപ്പമുള്ള ആൾ, 7 സർപ്പം എന്ന് പറയുന്ന രാഹു നിൽക്കുന്ന ആൾ, ആ ആളിന്, അപ്പോൾ രാഹുവും കേതുവും പാപഗ്രഹമാണ്. അപ്പോൾ ആ രാഹു വന്ന് നിൽക്കുന്നു 7 പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കണ്ണടച്ച്, ജ്യോതിഷം പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരാളോട് പറയാം നിങ്ങൾ ഉദര രോഗിയാണ് എന്ന്, തീർച്ചയായിട്ടും. അതെ. ഇനി ലഗ്നത്തിൽ കേതു നിൽക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം നിങ്ങൾ ഒരു ഭീരുവാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സണാലിറ്റി ഡിഫക്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സിനൊക്കെ നിങ്ങൾ പോകണം എന്നൊക്കെ നമുക്ക് പറയാം, മനസ്സിലായില്ലേ? ചിലപ്പോൾ അതൊന്നും തിരുത്താൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്തിനാണ് തിരുത്താൻ പറ്റുക? അല്ല, അങ്ങനെയല്ല. നമുക്ക് വിധിയെ മതി കൊണ്ട് വെല്ലലാം, മനസ്സിലായില്ലേ? മതി കൊണ്ട് വെല്ലലാം. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് നമുക്ക് വിധിയെ അതിജീവിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മുടെ സഹോദരങ്ങൾ കൈയും കാലും ഒക്കെ ഇല്ലാത്ത സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഒത്തിരി കാണുമല്ലോ. അപ്പോൾ ഒരാൾ കൈയില്ലാത്ത ആൾ കാലുകൊണ്ടെല്ലാം അരിഞ്ഞ് കറി വയ്ക്കണമൊക്കെ നമ്മൾ വീഡിയോ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് കൈയില്ലെന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും ചെയ്യാതിരിക്കുകയല്ല, അയാൾ ആ കാലുകളിനെ ഡെവലപ്പ് ചെയ്ത് അയാളത് ഉപയോഗിച്ച് നമ്മളെക്കാളും അന്തസ്സായിട്ട് ജീവിക്കുന്നു. കൈയും കാലും ഒക്കെ ഉള്ള നമ്മൾ പണിയെടുക്കാതെ വല്ലവരെയൊക്കെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു. അസമയം അയാളാണെങ്കിൽ അയാളെ ആശ്രയിക്കുന്നു, കണ്ടോ? അതാണ് വിധിയെ മതി കൊണ്ട് വിധി അതാണ്. അയാൾക്ക് കൈയില്ലാന്ന് നിങ്ങൾക്ക് വിധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തവനായി പൊക്കോ എന്ന് ആരും അവനോട് പറയുന്നില്ല. പക്ഷെ അവൻ ആ ബുദ്ധി ഉപയോഗിച്ച് അതെല്ലാം ഉള്ളത് കൊണ്ട് അവൻ ആ പരിമിതിയെ മറികടക്കുന്നു. അങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും. അതിന് നമ്മൾക്ക് ജ്യോത്സ്യൻ്റെ സഹായം വേണം, മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും വേണം. നമുക്ക് ഇങ്ങനെയാണ് അതാണ് ജ്യോതിഷം ചെയ്യുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൗൺസിലിംഗ്. നമ്മളൊരാളെ കൗൺസിൽ ചെയ്യുകയാണ്. അതിനെന്താ നമ്മൾ പറയുന്ന കൗൺസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് അയാൾക്ക് മാനസിക പരിവർത്തനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിൻ്റെ വിധി ഇതാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പം അത് വിധിയാണ്, പക്ഷെ നീ ഇന്നതുപോലെ ചെയ്ത് അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ തരണം ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ജ്യോതിഷം, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ 7 സർപ്പം നിന്ന് കഴിഞ്ഞാൽ അവന് അസുഖമാണ്, ഉദരരോഗിയാണ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും. ഇനി വേറൊരു ഉദാഹരണം പറയാം. ചിങ്ങരാശിയിൽ സൂര്യൻ നിൽക്കുന്ന ഒരാൾ ഉറപ്പാണ് അയാൾക്ക് ഹാർട്ടിന് അസുഖം വന്നിരിക്കും. അതിന് യാതൊരു സംശയവും ഇല്ല. എന്നുവെച്ചാൽ അത്ര ഉറപ്പിച്ച് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ കൂടിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുന്നത്. അത് ശരി. നമ്മൾ രോഗങ്ങളെ കുറിച്ച് അടുത്തൊരു ചോദ്യം, അതിലും ഇച്ചിരി കട്ടിയുള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഓരോ അവയവങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മൾ മെഡിക്കൽ അസ്ട്രോളജി ചെയ്യുന്നത്. അവയവങ്ങൾക്കല്ല ഗ്രഹങ്ങൾ, നമ്മുടെ അവയവങ്ങളെന്ന് പറഞ്ഞാൽ രാശിയാണ്, രാശി. പിന്നെ ഗ്രഹങ്ങൾ അവയവങ്ങളല്ല. ഗ്രഹങ്ങൾ ഓരോന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വന്ന് നിൽക്കുന്നതാണ്. നിനക്ക് വയറിനസുഖം വരും, നിനക്ക് തലവേദന വരും. ഇപ്പം മേടത്തിൽ സൂര്യൻ ചൊവ്വ നിന്ന് തലവേദന വരും. നല്ല ലഗ്നമൊക്കെ ബലമുണ്ട്, പക്ഷെ തലവേദന വരും എന്ന് പറഞ്ഞാൽ തലവേദന വന്നിരിക്കും ആ ആളിന്. അല്ല, വടു ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഒരു വെട്ടുള്ള ആളോട് നമ്മൾ ചോദിക്കുവാണ്, അശ്വതി, ഭരണി, കാർത്തിക ഇതിലേതാണ് നക്ഷത്രം എന്ന് ചോദിച്ചാൽ
അയാൾ അന്തം വിട്ടിട്ട് പറയാം അശ്വതിയാണ്. ആ അതാണ് ഇവിടെ വെട്ടുണ്ട്, മനസ്സിലായോ, ചൊവ്വ നിൽക്കുന്ന അവിടെ എന്ന് പറയും, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. അത്തരത്തിലാണെങ്കിൽ നമ്മൾ ആയുസിന്റെ അല്ലെ ആയുസിന്റെ ഒരു ബലം ഇത്ര വർഷം ജീവിക്കും എന്നുള്ളതിനെയൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജ്യോതിഷം കൊണ്ട് നമുക്ക് കണക്കൂട്ടി എടുക്കാമെന്ന് പറയുന്നത് അത് കൃത്യമായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റൂല. പക്ഷേ ഒരുപാട് വലിയ മഹാപണ്ഡിതന്മാർ പണ്ട് ജീവിച്ചിരുന്ന ആൾ, അല്ലാതെ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ മിത്ര നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇത് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഫലിച്ചിട്ടുമുണ്ട്, ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആയുർ നിർണയം നടത്തുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരു കോഡുണ്ട്. നമുക്കിതെല്ലാം സ്പിരിച്വൽ അവയർനെസ് ഉണ്ടെങ്കിലേ പെട്ടെന്ന് നമുക്കിതൊക്കെ മനസ്സിലാവുള്ളൂ. നമുക്കൊക്കെ ഒരു കോഡുണ്ട്, നമ്മൾ അവിടെയായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ പരമാത്മാവിൻ്റെ ആയിട്ടുള്ള കോഡാണത്, ആംബ്ലിക്കൽ കോഡെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കോഡില്ലേ. അത് കട്ട് ചെയ്യുമ്പോഴേക്കുമാണ് കുട്ടി ജനിക്കുന്നത്. ആ സമയത്ത് ജനിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഭൂമിയിൽ ജനിക്കുമ്പോൾ ഇങ്ങനെ ബ്രത്തെടുക്കുന്നു. അതുവരെ അമ്മ ആകാശമാണ്, ആകാശത്തുനിന്ന് അമ്മയിൽ നിന്നാണ് ആ കുഞ്ഞ് ശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ഇങ്ങനെ ബ്രത്തെടുക്കുന്നു, നവദ്വാരങ്ങളിലൂടെ ആ പ്രാണൻ അകത്തോട്ട് വരുന്നു, പ്രാണവായു അകത്തേക്ക് വരുന്നു. കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നു, വേദന എടുത്ത് കരയുകയാണ്, മനസ്സിലായില്ലേ, പ്രാണവേദന, മനസ്സിലായില്ലേ. അപ്പോൾ അത് അങ്ങനെ കരയുന്നു. അപ്പോൾ നമ്മളൊക്കെ സന്തോഷിച്ച് കുഞ്ഞ് ജനിച്ചു, മനസ്സിലായില്ലേ. അതിനിങ്ങനെ ഒരു ഇതും കൂടെയാണ് പറയും, നമ്മൾ കേട്ടാൽ നിങ്ങൾക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നുമെങ്കിലും, അതായത് കുഞ്ഞ് വരാനിരിക്കുന്ന അനുഭവിക്കാനിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഓർത്ത് കരയുകയാണെന്നും ഇങ്ങനെ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഈ കോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞ് അവനെടുക്കുന്ന ബ്രത്ത്, അപ്പോൾ അവൻ്റെ ആ ലങ്സ് വികസിക്കുന്നു. അവൻ എത്രമാത്രം ലങ്സിലേക്ക് അത് എടുക്കുന്നു, ഓക്സിജൻ എടുക്കുന്നു, പ്രാണ അത് മുതൽ കണക്കാക്കുകയാണ്. ഒരു ബലൂണിൽ നിങ്ങൾ വായു നിറച്ചല്ലോ, ആ വായു നിറച്ചിട്ട് അത് നിങ്ങളുടെ ശക്തി അനുസരിച്ചാണ്. നിങ്ങൾക്ക് ബലം കുറവാണെങ്കിൽ അതിൽ കുറച്ച് വായു നിറയ്ക്കുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അത് ചുങ്ങിപ്പോവും, മനസ്സിലായില്ലേ. ജീവൻ കണക്കാക്കുന്നത് ജനിച്ചത് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ജീവൻ ഉള്ളതായിട്ടല്ലേ പറയുന്നത്? ജീവനുണ്ട്. പക്ഷെ ആ അമ്മ മരിച്ചാൽ ആ ജീവനും മരിച്ചു പോയില്ലേ. അമ്മയിലൂടെയാണ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ജീവിക്കുന്നത്. അമ്മയ്ക്കൊക്കെ അത്ര വലിയ പ്രാധാന്യമുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആ മാതാവ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് വളരെ വിശുദ്ധമാകുന്നത്. അമ്മയിലൂടെയാണ് ആ കുഞ്ഞ് ജീവിക്കുന്നത്. ആ കുഞ്ഞിന് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ പ്രാണവായു ശ്വസിക്കണം. അത് അമ്മയുടെ വയറ്റിൽ നിന്ന് ഇത്ര നാളും ശ്വസിച്ചുകൊണ്ടിരുന്നു, പുറത്തു വന്നത് പ്രാണം വലിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞാണ് ആ കൊച്ചു ശരിക്കും ഭൂമിയിൽ ജനിച്ചത്. അതിന് നമ്മൾ ശിരോദയെന്നും പിന്നെ ഒക്കെ പറഞ്ഞ് കൊച്ചു ജനിക്കുമ്പോൾ തല കണ്ടാൽ കൊച്ചു ജനിച്ചു എന്ന് പറയാം. പക്ഷേ ശരിക്കും കൊച്ചു ജനിക്കുന്നത് ഈ ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുമ്പോഴേ. അപ്പോൾ കൊച്ചു ശ്വാസം വലിച്ചെടുക്കുകയാണ്, മനസ്സിലായില്ലേ. എന്നിട്ട് അതിവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ആ എത്ര വലിച്ചെടുത്തു എന്നനുസരിച്ചിരിക്കും ആ കൊച്ചിൻ്റെ ലൈഫ് ലൈൻ, മനസ്സിലായില്ലേ, എത്ര കാലം ജീവിച്ചിരിക്കും. ഇത് നമ്മൾ ജ്യോതിഷത്തിൽ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നാണ് എന്നോട് ചോദിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുസിനെ നിയന്ത്രിക്കുന്നത് ഈ നമ്മൾ കൊച്ചു ജനിക്കുന്ന ആ ലഗ്നം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ലഗ്നത്തിൽ തൊട്ട് എണ്ണി 8ാമത്തെ അതാണ് നമ്മുടെ ആയുസ്, 8ാമത്തെ കോളം നമ്മുടെ ആയുസ്, മനസ്സിലായില്ലേ. അപ്പോൾ ആ ആയുർഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ബലമൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കൊച്ചിന് എത്ര ആയുസ്സുണ്ടാകും, ഇന്ന സമയത്ത് കൊച്ചു മരിക്കും. അഷ്ടമാധിപൻ എന്ന് വിളിക്കും നമ്മൾ. അഷ്ടമാധിപന് ബലമുണ്ടോ ബലമില്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആയുസ് നിർണ്ണയിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഒരുപാട് സങ്കീർണമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഷോർട്ടായിട്ടേ പറയാമുള്ളൂ. ഏകദേശം മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും ശരി. അപ്പോൾ കഴിഞ്ഞ നീണ്ട 26 വർഷമായിട്ട് ജ്യോതിശാസ്ത്രമായിട്ടുള്ള കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വിദേശത്തും സ്വദേശത്തുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ബന്ധപ്പെടാറുണ്ട്. അപ്പം പൊതുവായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന കൺസൾട്ടേഷൻ എന്തിനെ കുറിച്ചാണ്, അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് പോലുള്ള ക്ലയൻസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ തേടി വരുന്നവർ ഇപ്പോഴും വരാറുണ്ടോ, ഇന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായും. അപ്പം ഞാൻ ഈ ജ്യോതിശാസ്ത്രം പഠിച്ചത് മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചിട്ട് അത് ഭയങ്കര നന്നായിട്ട് പാടും. ഒരു കൊച്ചിനോട് പാടാൻ പറഞ്ഞാൽ അത് പാറപ്പുറത്ത് ഇട്ട് ഉരയ്ക്കുന്ന പോലെയുള്ള ശബ്ദത്തിൽ പാടും, അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടാലൻസാണിത്. ഇത് ടാലൻ്റാണ്. ഞങ്ങളുടെ കണക്കിന് പറയുകയാണെങ്കിൽ ഇത് പൂർവ്വജന്മത്തെ സിദ്ധിയാണ്.
നമ്മൾ ഈ ജന്മം പ്രവർത്തിക്കുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ പൂർവ്വജന്മത്തിൽ ഇപ്പോൾ കഴിവുണ്ടെങ്കിലാണ് അത് കണ്ടിന്യൂ ചെയ്ത് നമ്മളിപ്പോഴും കാണിക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. അതൊക്കെ ഞങ്ങളുടെ വിശ്വാസമാണ്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ താല്പര്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ആ പൂർവ്വജന്മത്തിൽ കിട്ടിയ ആ ടാലൻറ്റ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടി നന്നായിട്ട് പാടുന്നു, ഒരു കുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര എക്സലൻ്റായിട്ട് എക്സ്പേർട്സുകൾ ഉണ്ടാകുന്നു, അല്ലേ? അപ്പോൾ ഈ എക്സ്പേർട്സ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ജന്മത്തെ ഒരു സിദ്ധിയും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അല്ലാതെ ഈ ജന്മം പഠിക്കുന്നത് വെച്ച് മാത്രം ആരും എക്സ്പേർട്സ് ആകുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ജ്യോതിശാസ്ത്രം പഠിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് പ്രവചിക്കാനും ഫലം പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റുന്നത്. അത് ഞാൻ പഠിച്ചിരുന്ന കാലം തൊട്ട് തന്നെ ഞാനത് പറയാറുണ്ട്. ഞാൻ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും കുറച്ച് ജ്യോതിഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന കേട്ട് ഞാൻ വളർന്നുകൊണ്ടാകും ചിലരോടൊക്കെ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ പ്രവചനങ്ങളൊക്കെ നടത്തും, അത് ഫലിക്കാറൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ജ്യോതിശാസ്ത്രം ഞാൻ പഠിക്കുന്നത് ബ്രഹ്മശ്രീ മിത്ര നമ്പൂതിരിപ്പാടിൻ്റെ അടുത്തു നിന്നാണ്. അദ്ദേഹമാണ് എൻ്റെ ഗുരു. അതിന് തുല്യമായി നിൽക്കുന്ന വേറൊരു ഗുരുവാണ് കവറടി ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന എൻ്റെ മഹാഗുരു എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹമാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ച് തന്നത്, കറക്റ്റായിട്ട് എന്താണ് ഇതെന്നൊക്കെ മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഈ ജ്യോതിശാസ്ത്രം ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തൊട്ട് എനിക്ക് ആൾക്കാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് അവരാണ് ശരിക്കും എന്നെ വളർത്തിയത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഞാൻ ഈ ജ്യോതിശാസ്ത്രം പഠിച്ചിങ്ങനെ അടച്ചു വെക്കാനേ പറ്റൂ. ചോദിക്കുമ്പോൾ ഞാൻ അത് അന്വേഷിക്കും, ഇവർക്കുള്ള ഉത്തരം അന്വേഷിക്കും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പഠിച്ച് അന്ന് ആദ്യ കാലങ്ങളിൽ ആരൊക്കെ എന്നെ കാണാൻ വരുന്നുണ്ടോ അവരൊക്കെ ഇപ്പോഴും എന്നെ തേടി വരും. എവിടുന്നെങ്കിലുമൊക്കെ ആണെങ്കിൽ എത്രയോ കാലങ്ങൾ 12 വർഷമൊക്കെ കഴിഞ്ഞിട്ടും എന്നെ അന്വേഷിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ ആളുകൾ ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ ക്ലയൻസുമായിട്ട് അങ്ങനെ ഒരു വലിയ ബന്ധത്തിലാണ്. നമുക്ക് അവർ എത്ര ആവലാതിപ്പെട്ട് വന്നാലും അവർക്കുള്ള പരിഹാരം എൻ്റെ കയ്യിലുണ്ടാകും. നമ്മൾ അവർക്ക് മനസ്സമാധാനം മുതൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരെ കൊടുക്കുന്നു. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ എക്സ്പേർട്സ് ഇപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു നല്ല കുക്ക്, അയാൾ നന്നായിട്ട് പെട്ടെന്ന് ഒന്നും അവിടെ ഇല്ലെങ്കിലും അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തൊരു നല്ല സലാഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആകുമല്ലോ. അതുപോലെ എനിക്ക് ക്ലയൻസിൻ്റെ നീഡ്സൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കി പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട പരിഹാരം കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വിദേശികളെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ഒരു 18 വർഷം കൊണ്ട്, 18 അല്ല, ഒരു 10-20 വർഷം കൊണ്ട് 3 റിസോർട്ടുകളിൽ കൺസൾട്ടൻ്റാണ്. അതായത് പൂവാർ ഐലൻഡ് റിസോർട്ട്, അങ്ങനെ തുടങ്ങിയ ആ ഏരിയയിലുള്ള 3 റിസോർട്ടുകളിൽ. അപ്പോൾ അവിടെ ഒരുപാട് വിദേശികൾ വളരെ വിശ്വാസത്തോടു കൂടി നമ്മുടെ അടുത്ത് വരും. അങ്ങനെ അവർക്ക് നല്ല അനുഭവങ്ങളുണ്ടാകും. അവരവരുടെ പേപ്പറിലൊക്കെ എഴുതും, ആ റൈറ്റപ്പൊക്കെ നമുക്ക് അയച്ചു തരും, മനസ്സിലായില്ലേ? അങ്ങനെയും ക്ലയൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാരെന്നെ കാണാൻ വരുന്നുണ്ട്. വളരെ സംതൃപ്തമായ ഒരു തൊഴിലാണ് എനിക്കിത്. വളരെ സന്തോഷം. അപ്പം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ആൾക്കാർ ജ്യോതിശാസ്ത്രപരമായിട്ട് ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നത് വിവാഹത്തോടനുബന്ധിച്ചിട്ടാണ് ആൾക്കാർ, പ്രത്യേകിച്ച് ഗ്രഹനിലകളൊക്കെ നോക്കാനും ജാതകങ്ങൾ തമ്മിൽ ചേരുമെന്നൊക്കെ നോക്കാൻ വേണ്ടി ധാരാളം പേര് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഹൈന്ദവ വിവാഹങ്ങളിലെല്ലാം ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, വിവാഹം നടത്താനുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ അതിനകത്ത് പല ഘടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്യമതസ്ഥരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഇതിനകത്തൊന്നും വിശ്വാസങ്ങളില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഹൈന്ദവ മതം ഈ കൂടുതലായിട്ട് ജ്യോതിശാസ്ത്രം വിവാഹത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ ചെയ്യുന്ന സമയത്ത് ഇതെന്തുകൊണ്ട് ഇത് പ്രിഫർ ചെയ്യുന്നത്, നോക്കേണ്ട ഒരു അവസ്ഥ എന്താണ്, അത് നോക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. ഹിന്ദു മതക്കാർ മാത്രമല്ല പൊരുത്തം നോക്കാൻ വരുന്നത്. വിവാഹത്തിൻ്റെ പ്രശ്നം അറിയാനും വിവാഹം എന്ന് നടക്കാൻ വരുന്നു എന്നൊക്കെ അറിയാം. എനിക്ക് എല്ലാ മതവിഭാഗം, നമ്മുടെ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ മതവിഭാഗക്കാരും എന്നെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ ഒരു ശാസ്ത്രമായി കാണുന്ന നല്ല അറിവുള്ള എല്ലാവരും ഉണ്ട്. മതത്തിൻ്റെ ഭ്രാന്തുള്ളവർക്ക് മാത്രമാണ് ഇതിനെ ഒരു ഹൈന്ദവ ആചാരമായിട്ടൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. പക്ഷെ ഇതിനെ ശാസ്ത്രമായിട്ട് കാണുന്ന പേരെഴുത്തോ സ്ഥാനമൊന്നും പറയാൻ പറ്റില്ല. വലിയ ഹൈ ലെവലിൽ നിൽക്കുന്ന മതവാദികൾ പോലും വരാറുണ്ട്. അവരിതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇതൊരു ശാസ്ത്രമാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വിവാഹ പ്രശ്നമാണ് മോൻ പറഞ്ഞതുപോലെ എല്ലാത്തിലും നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ വിവാഹം എന്ന് പറയുന്നത്.
അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ഈ ലൈഫ് ലൈൻ ഉണ്ടല്ലോ, ജീവിതകാലം എന്ന് പറയുന്നത്, അതിന് പല ഫേസായിട്ട് പല ഘട്ടങ്ങളായിട്ട് തിരിക്കുകയാണ്. ബാല്യം, കൗമാരം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ ജീവിതങ്ങൾ ഇത്ര നാൾ ഇങ്ങനെ ജീവിച്ചു, അമ്മയുടെ പെറ്റായിട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ചിലവിൽ ജീവിച്ചു, അത് നമ്മൾ അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത ഫേസ്, ഇതൊക്കെ നമ്മൾ കർമ്മഫലം അനുഭവിക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്ന കെണികളാണ്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇനി വിവാഹം എന്ന് പറയുന്നത് നല്ലതുമാണ്, അതിനൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഘടകവുമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നക്കാർ, എനിക്ക് ശരിക്കും ഞാൻ ചെയ്യുന്ന ജോലി കൗൺസിലിംഗ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപാട് വിവാഹിതർ അല്ലെങ്കിൽ ഡിവോഴ്സുകൾ അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാൻ നിൽക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങളുള്ള ഒരുപാട് പ്രശ്നമുള്ളവർ എന്നെ സമീപിക്കുകയും ഞാൻ അതിനൊക്കെ പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ഒരുപാട് അകന്ന് നിൽക്കുന്ന ദമ്പതികളെ അടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇത് കേൾക്കുന്നവർക്കൊക്കെ അവർക്ക് അറിയാം, അവരാണ് എന്നവരുടെ മനസ്സ് ഏറ്റു പറയും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പൊരുത്തപ്പെടാതിരിക്കുന്നു? ഇനി ഹിന്ദുക്കൾക്ക് എന്താ വിവാഹം മാരേജ് മാച്ച് നോക്കി നടത്തിയിട്ടും ഇങ്ങനെ വന്നേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. കറക്റ്റായിട്ട് വിവാഹം പൊരുത്തം നോക്കി വിവാഹം നടത്തിയാൽ ആ വിവാഹം വളരെ നീണ്ടു നിൽക്കുകയും അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിന് ഒരുപാട് ആസ്പെക്റ്റ് ഉണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം അറിയുന്ന ഒരു ജ്യോത്സ്യന് മാത്രമേ ആ ജാതകം കറക്റ്റ് ഇത് പൊരുത്തപ്പെടാം എന്ന് പറയുള്ളൂ. 100 ജാതകം 200 ജാതകമൊക്കെ നോക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, എന്നിട്ടും പൊരുത്തമില്ല എന്ന് പറയും. അപ്പോൾ ഇത് ഇവരുടെ കള്ളത്തരമാണ്. ഇവർ ചിലപ്പം കാശ് നമ്മുടെ പിടിച്ച് പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചേരുന്നില്ല എന്ന് പറയുന്നത്, നമുക്ക് വേറൊരാളെ നോക്കാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവരെക്കാളും അത്രയും പഠിപ്പില്ലാത്ത ഒരാളെ ചെന്ന് കാണുമ്പോൾ പൊരുത്തമുണ്ട് എന്ന് പറയും. അത് ബാഹ്യമായിട്ടാണ് ആ പൊരുത്തം. ഇപ്പോൾ ജാതക പൊരുത്തം നോക്കുമ്പോൾ നക്ഷത്ര പൊരുത്തം മാത്രമാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല, ജാതക ഘടന, അതായത് അയാൾ ജനിച്ച ദിക്കും ഇയാളുടെ ജനിച്ച ദിക്കും കൂടെ മാച്ച് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ അയാളുടെ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹമാണ്, വിവാഹത്തിൻ്റെ ഗ്രഹത്തെ ഭരിക്കുന്ന ഗ്രഹവും ഇവരുടെ ഗ്രഹവും ഒന്നാണോ, നല്ല ചേരുന്നതാണോ, ഇങ്ങനെയൊക്കെ അരിച്ച് പെറുക്കി നോക്കിയാൽ മാത്രമേ ഒരു വിവാഹം നടത്താൻ പറ്റൂ. അപ്പോൾ എന്നിട്ട് അവരെന്ത് ചെയ്യും, അവിടെ ചെന്ന് നല്ല കണ്ടോ ഇത്ര നാളും അവരുടെ കൂടെ പുറകെ പോയിട്ടും നമുക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല, ഇപ്പോൾ അതാ കല്യാണം നടന്നു എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച കല്യാണം നടക്കും, 2 വർഷം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും. പക്ഷെ അതല്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ, കാരണം ജാതകത്തെ പൊരുത്തത്തേക്കാൾ കൂടുതൽ മനപ്പൊരുത്തമാണ് എന്നല്ലേ പറയുന്നത്. അതവര് ദൈവം ചേർത്ത് വയ്ക്കുന്നതാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ 2 കമിതാക്കൾ സ്നേഹിക്കുകയാണെങ്കിൽ ജ്യോതിശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, അവരെ നമ്മൾ വേർപെടുത്തണ്ട, അവർക്ക് ജാതക പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല, അതിന് ഗൂഢപ്പൊരുത്തത്തിൽ അവർ ഒരുമിച്ച് കഴിഞ്ഞു എന്നാണ്. അതിന് ഞങ്ങൾക്ക് ഉത്തരവുണ്ട്, മനസ്സിലായാലും ഉണ്ട്. അപ്പോൾ ആ ഗൂഢപ്പൊരുത്തത്തിൽ ഒരുമിച്ചവർ ഇങ്ങനെ വളരെ ശാന്തമായി, അതുകൊണ്ടാണ് മറ്റു മതക്കാർ നോക്കാത്തവർ ഒത്തിരി പേരുണ്ടല്ലോ, അവരൊക്കെ ശാന്തമായി പോകുന്നു. പക്ഷേ ഫാമിലി ലൈഫാണോ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞ ആ ലഗ്നത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ജനിക്കുന്ന നല്ല നേരാണ്, നമുക്ക് നല്ല വിവാഹം വന്ന് ചേരും. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മറുചോദ്യം ഉണ്ട് കേട്ടോ, ഞാനത് ബ്രേക്ക് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കി കല്യാണം കഴിച്ചിട്ടും ഫെയിലിയർ ആകുന്ന ഒത്തിരിയോ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്, അത് കൃത്യമായിട്ട് നോക്കാത്തതുകൊണ്ടാണ്, മനസ്സിലായല്ലേ? കൃത്യമായി നോക്കിയാൽ ഉറപ്പായിട്ടും അവർ വളരെ നന്നായിട്ട് ജീവിക്കും. പിന്നെ ഇതിനൊക്കെ ഉപരി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ജാതകം എടുക്കുമ്പോൾ ഏകദേശം സമാന സ്വഭാവമുള്ളവരെ എടുക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? സമാന, അതിന് നമ്മൾക്കൊരു പാപസംഖ്യ എന്നൊക്കെ പറഞ്ഞൊരു കണക്കുണ്ട്, മനസ്സിലായില്ലേ? ഇത്ര പാപം ചെയ്തവന് ഇത്ര പാപം ചെയ്തവൻ കെട്ടുന്നു, തുല്യ പാപം ചെയ്ത്, അപ്പോൾ ഒരുമിച്ച് അത് ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു കണക്കുണ്ട്. പിന്നെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ വിചാരിക്കണം, നമ്മൾ ജനിച്ച സമയം നമ്മുടെ 7ാം ഭാവം എന്ന് പറഞ്ഞാണ് ഈ വിവാഹത്തിൻ്റെ ഹൗസ്, മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ജനിച്ച സമയം സ്ഥലം തൊട്ട് എണ്ണി 7ാമത്തെ കളം, അതാണ് 7ാം ഭാവം എന്ന് പറയുന്നത്. അത് വിവാഹം ആണ്, ഭാര്യ ഭർത്തൃ സുഖം, വിവാഹം, ഇതൊക്കെയാണ് അതിലുള്ളത്. ഭാര്യയും അവളുടെ ആയുസ്സും സ്വഭാവ ഗുണവും അശന ശയന സുഖവും ഒക്കെ അതിൽ വരുന്നു. സ്ത്രീക്കാണെങ്കിൽ 7ഉം 8ഉം വരുന്നു. ഇങ്ങനെ 2 ഹൗസുകൾ വരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്ത്രീയുടെ പിന്നെ 7ാം ഭാവത്തിൻ്റെ ബലമനുസരിച്ച് തന്നെ ആയിരിക്കും അവൾക്ക് വരുന്ന ഭർത്താവ്. നമ്മൾ പൊരുത്തം നോക്കി എടുക്കുമ്പോഴോ എടുത്തില്ലെങ്കിലും അവർക്ക് എന്തൊക്കെ അനുഭവിക്കാനുണ്ടോ അതായിരിക്കും അവർക്ക് വരിക. അപ്പോഴാണ് ഈ ജ്യോത്സ്യന്മാർ വിഷമിക്കുന്നത്. ഒരുമിച്ചൊക്കെ ഒരു വിധത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പൊരുത്തം നോക്കി വിടും, മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പം ചില ആൾക്കാർ 100 എണ്ണം നോക്കി ഇനിയിപ്പോൾ എന്തായാലും ഇതങ്ങ് നടത്താം എന്ന് വിചാരിച്ച് നടത്തുന്നവരും ഉണ്ട്.
ഓക്കെ. പിടികിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരുവിധമൊക്കെ അവിടുത്തെ പോറ്റി പറഞ്ഞു ഇത് പൊരുത്തമുണ്ടെന്ന്. അപ്പോൾ അങ്ങ് ശരി നമുക്കതങ്ങ് നടത്താം എന്ന് പറഞ്ഞ് അടുത്തൊന്നവരും ഉണ്ട്. ഞങ്ങൾ പൊരുത്തം നോക്കിയതാണ്. പക്ഷേ ആ പോറ്റി പാവം അദ്ദേഹം ഇതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അമ്പലത്തിലെ ശാന്തിയായിരിക്കും പഠിച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് അദ്ദേഹം ആ നക്ഷത്ര പൊരുത്തം കൊള്ളാം എന്ന് പറഞ്ഞു. അവരത് വിശ്വസിച്ചങ്ങ് നടത്തുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഉചിതമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വിവാഹ പരാജയം ഉണ്ടാകില്ല, ഉറപ്പാണ്. തീർച്ചയായിട്ടും. പക്ഷെ അത് നോക്കണം, ഒരുപാട് ആസ്പെക്റ്റ് എടുത്ത് നോക്കണം. ഒരു ജാതകം നോക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 1 ഹവറെങ്കിലും നമ്മൾ മെനക്കെടണം. അതെ, ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മെനക്കെട്ടാൽ മാത്രമേ ആ ഒരു കറക്റ്റ് മാച്ചിങ് നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കുള്ളൂ. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ വിവാഹത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എപ്പോഴും പേരുദോഷം കേൾക്കുന്ന ഒരു ഗ്രഹമുണ്ട്, ചൊവ്വാഗ്രഹം. അതെ അതെ. ചൊവ്വാഗ്രഹം, സർപ്പദോഷം, ഈ 2 കാര്യങ്ങൾ എങ്ങനെയാണ് വിവാഹത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്? വളരെ ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞു തന്നാലും മതി, കാരണം ഒരു ബൃഹത്തായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ. അതായത് ചൊവ്വാദോഷം എന്ന് പറയുന്നത് കേൾക്കാത്തവരാരുമില്ല അല്ലേ? അപ്പോൾ ചൊവ്വ ഞാൻ നേരത്തെ പറഞ്ഞു കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണെന്ന് പറയുന്നു അല്ലേ? അപ്പോൾ നമ്മളൊരു ഭയങ്കരമായ ആഴി അല്ലെങ്കിൽ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയുടെ അടുത്ത് നമ്മൾ ചെന്നിരുന്ന് നമുക്ക് എന്ത് പറ്റും? പൊള്ളും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ ഏത് ഭാവത്തിലാണോ ചൊവ്വ നിൽക്കുന്നത് അവിടെ പൊള്ളും. ഇപ്പോൾ കല്യാണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഫാക്ടർ ആയതുകൊണ്ട്, ഒരു ഘടകമായതുകൊണ്ടാണ് നമ്മൾ കല്യാണത്തിന് മാത്രമേ ചൊവ്വാദോഷത്തെക്കുറിച്ച് പറയുന്നത്. ചൊവ്വ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിന് ദോഷമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചൊവ്വ ദോഷം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും വന്ന് ചൊവ്വ നിന്നാൽ ദോഷമില്ല. ചൊവ്വ ദോഷം ഉണ്ടാകുന്നത് 7ാം ഭാവത്തിൽ നിൽക്കണം. അത് ചൊവ്വയുടെ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്ര ബലമുള്ള സ്ഥലത്തായിരിക്കരുത്. ചൊവ്വ നിൽക്കുന്നത് ചൊവ്വയുടെ സുഹൃത്തിൻ്റെ ഗ്രഹത്തിൽ ആയിരിക്കരുത്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. വളരെ ചുരുക്കം ചില സ്ഥലത്ത് ചൊവ്വ നിന്നാലേ ചൊവ്വാദോഷമുള്ളൂ. പക്ഷേ 7 ചൊവ്വ കണ്ട് എല്ലാവരും ഇത് ചൊവ്വാദോഷമാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രശ്നം. ചൊവ്വാദോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ നേരത്തെ പറഞ്ഞ അനുസരിച്ച് 7ാം ഭാവത്തിൽ അസ്ഥാനത്ത് ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ, അസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ബലമില്ലാതെയോ അല്ലെങ്കിൽ ബലമില്ലാത്ത ചൊവ്വ എന്ന് തന്നെ നമുക്ക് വിളിക്കാം, നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചൊവ്വാദോഷം ഉണ്ടാകും. വിവാഹ ജീവിതത്തെ അത് വളരെ നന്നായിട്ട് ബാധിക്കും. അതുപോലെ തന്നെയാണ് സർപ്പദോഷം. സർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും സർപ്പം, രാഹു, കേതു എന്നൊക്കെ പറഞ്ഞാൽ വിശദമായിട്ട് പറയാൻ സമയമില്ല. എങ്കിലും ഇങ്ങനെ പറയാം. നമ്മളൊരു സ്പിരിക്കൽ ഷേപ്പിൽ, അതായത് കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഈ ഗോളത്തിൽ ഈ അതിഭയങ്കരമായ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നവഗ്രഹങ്ങൾ വന്ന് ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റിൽ ഇങ്ങനെ സ്പാർക്കുണ്ടാക്കി പോകും. ആ 2 എഡ്ജുകളെ നോഡുകളെന്ന് വിളിക്കും. അതിന് നമ്മൾ രാഹുവെന്നും കേതുവെന്നും പേരിട്ടിരിക്കുകയാണ്. അതായത് 2 പൊള്ളുന്ന അറ്റം. അപ്പോൾ ആ പൊള്ളുന്ന ഭാഗം എവിടെ നിൽക്കുന്നോ ആ ഭാവത്തിന് നാശമുണ്ടാകും. അതിനെയാണ് നമ്മൾ ഈ രാഹുർദോഷം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മള് വളരെയധികം നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നതുകൊണ്ടൊക്കെ, ഇത്രയും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇത്ര വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് അറിയാലോ. അപ്പൊ ഇതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ഉന്നമനത്തിലേക്ക് ഈ ജ്യോതിശാസ്ത്രം എന്തുമാത്രം പ്രയോജനം ചെയ്തു എന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ചോദ്യം ഒരു നല്ല ചോദ്യമാണ്. ഇപ്പൊ ജ്യോത്സ്യന് തന്നെ എന്താണ് അനുഭവം എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ജ്യോതിശാസ്ത്രം പഠിച്ചു, എല്ലാം പഠിച്ചിട്ടില്ല, വളരെ കുറച്ചാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്. ആ പഠിച്ചത് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ഓരോരോ സന്ദർഭങ്ങളിൽ നമുക്കിപ്പം ഒരു ആപത്ത് വരാൻ സാധ്യത ഉണ്ടെന്ന് വരുന്ന സിറ്റുവേഷൻ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ അങ്ങനെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഇത് പഠിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടായ പ്രയോജനം തന്നെയാണ്. വിധിയെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും. വിധിയെ മാറ്റാൻ പറ്റൂല, മനസ്സിലായില്ലേ? പക്ഷേ നമുക്ക് അതിനെ ഈ പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടില്ലേ, കണ്ണിക്കൊള്ളുന്നതിനെ പുരികത്താക്കാം. മനസ്സിലായില്ലേ? ആഘാതം കുറയ്ക്കാം.
അതാണ് മനസ്സിലായി. അപ്പം വളരെയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കും എന്നെ സംബന്ധിച്ചോളം ഒരുപാട് കൗതുകം നിറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു മേഖലയെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പം എനിക്കറിയേണ്ടത് സാധാരണക്കാർക്ക് വന്ന് കൺസൾട്ട് ചെയ്യാൻ പറ്റുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ചില ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ലക്ഷങ്ങളാണ് അവരുടെ കൺസൾട്ടേഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു റിസർച്ച് സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്കും വരാൻ പറ്റുന്ന കാര്യങ്ങളാണോ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഓക്കെ, തീർച്ചയായിട്ടും. അതായത് ജ്യോതിഷം എൻ്റെ ഒരു ഉപജീവനം കൂടിയാണ്, മനസ്സിലായില്ലേ? എന്ന് വിചാരിച്ച് അത് മാത്രമല്ല എൻ്റെ ഉപജീവനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പം ഇതിന് നമ്മൾ ഫീസ് എന്നല്ല പറയുക, ദക്ഷിണയാണ്. അത് ദക്ഷിണ, അതിനൊക്കെ ഒത്തിരി, ആ വാക്കിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ പറയാം. അപ്പോൾ ഈ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്നെ കാണുമ്പം അവർക്ക് എന്നെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ഉത്തരം അവർക്ക് കിട്ടി അല്ലേ, അങ്ങനെ ഉണ്ടാകുന്ന ആ സന്ദർഭത്തിൽ അവർ മനസ്സോടുകൂടി എന്തെങ്കിലും തരുന്നു. അതാണ് ഈ പ്രണവം അസ്ട്രോളജിക്കൽ റിസർച്ച് സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചെയ്യുന്നത്. അത് സ്വീകരിക്കുകയാണ്, മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ഒരാളോട് ഇത്ര രൂപയാണ് എൻ്റെ ഫീസ് എന്ന് ഒരിക്കലും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പല രീതിയിലും പലരും ഉള്ളവർ തരുന്നു. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നു, എല്ലാവരെയും സമാനമായി കാണാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ തീരെ പാവപ്പെട്ടവരാണെന്ന് എനിക്ക് ജാതകം നോക്കുമ്പോൾ അറിയാം. അവർ ചിലപ്പോൾ ദുരഭിമാനം കൊണ്ട് പറയുകയൊന്നുമില്ല, മനസ്സിലായില്ലേ? അവരെവിടുന്നോ കടം വാങ്ങിച്ച് ഒരു പൈസ അവരുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇത്രയും നാളത്തെ ഒരു ജ്യോതിഷ ജീവിതം കൊണ്ട് നമുക്ക് കുറച്ച് മൈൻഡ് റീഡിംഗ് ഉണ്ട്, മനസ്സിലായോ? നീണ്ട 26 വർഷങ്ങളായിട്ട് സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇതിനോടൊരു വിരക്തി തോന്നുന്നു, മടുപ്പ് തോന്നുന്നു, നിർത്തണം തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ളൊരു സംശയം എന്റെ നിൽക്കുകയാണ്. കാരണം എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് ഒരേ പ്രക്രിയ തന്നെയാണല്ലോ. ശരിയാണ്. ഇദ്ദേഹം പറഞ്ഞത് ഈ ആവർത്തന വിരസതയെ കുറിച്ചാണ് അല്ലേ? പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഈശ്വരാധീനം കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് മടുപ്പ് തോന്നില്ല. നമ്മൾ ഇതൊരു എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കാണുകയാണ്. അതായത് നമ്മുടെ അടുത്ത് സങ്കടപ്പെട്ട് ഒരാൾ വരികയാണ്, അപ്പോഴത്തേക്ക് അയാൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു സുഖമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതുവരെ മടുപ്പ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ആര് വന്നാലും, ഇനി എത്ര ലേറ്റായി വന്നാലും, എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും, അസൗകര്യം എന്താണെന്ന് വെച്ചാൽ അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ വരുന്ന ആളിൻ്റെ കാര്യത്തിന് മുൻഗണന കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. എനിക്കിത് വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കല കൂടിയാണ് എൻ്റെ ഈ തൊഴിൽ. വളരെ നന്ദി. അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? നമ്മൾ വളരെയധികം കാര്യങ്ങൾ ഇപ്പൊ സംസാരിച്ചു, നേരമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം പറയുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ഈ ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മൾ ഒരു കാര്യം തുടങ്ങുമ്പം മുഹൂർത്തം നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. കാരണം അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു നല്ല, അതായത് നിഴലില്ലാത്ത സമയമാണ് മുഹൂർത്തം. അതൊരു ജ്യോതിശാസ്ത്രജ്ഞന് കണ്ടുപിടിക്കാൻ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ആ ഘടകങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകും. ജനിച്ചത് തിരുത്താൻ പറ്റില്ല, പക്ഷേ ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തിരുത്താം. അതെങ്ങനെയാണ്? കറക്റ്റ് സമയത്ത് വേണ്ട രീതിയിൽ ഒരു കാര്യം തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവർക്ക് ആ കാര്യം വളരെ ഭംഗിയായി നിർവഹിക്കാൻ പറ്റും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, അതേപോലെ നേരത്തെ പറയാനുള്ള പ്രധാന കാര്യം. പിന്നെ അതുകൂടാതെ നേരത്തെ ഇദ്ദേഹം ചോദിച്ചതുപോലെ വിവാഹ പൊരുത്തം നോക്കണമോ? കഴിവതും നിങ്ങൾ നല്ലവണ്ണം ജ്യോതിഷം പഠിച്ച ഒരാളുടെ അടുത്ത് പോയി വിവാഹത്തിന് മുമ്പ് പൊരുത്തം നോക്കിയിരിക്കണം. ഇതിനേക്കാൾ ഉപരി ഒരു മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന, അതായത് വിവാഹത്തിന് മുമ്പുള്ള ഒരു കൗൺസിലിംഗ് മറ്റെല്ലാ മതക്കാർക്കും, ഹിന്ദു മതത്തിനൊഴിച്ച് എല്ലാ മതക്കാർക്കും കിട്ടുന്ന ഒരു സൗജന്യമാണത്. അത് എല്ലാവരും അതിന് തയ്യാറാവുകയും ആരെങ്കിലും കണ്ട് വിവാഹത്തിന് മുമ്പൊരു ജ്യോതിഷപരമായതും അല്ലെങ്കിൽ ഒരു ആത്മീയപരമായതുമായ ഒരു സമീപനത്തോടു കൂടിയുള്ള ഒരു കൗൺസിലിംഗ് എടുക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം. അപ്പോൾ ഇത്ര നേരം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരത്തുള്ള പ്രണവം അസ്ട്രോളജിക്കൽ റിസർച്ച് സെന്ററിലെ അനിത മേഡത്തെയാണ്. അപ്പോൾ അസ്ട്രോളജിയെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അസ്ട്രോളജി കൂടുതലായിട്ട് അറിയാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രണവം റിസർച്ച് സെന്ററിലേക്ക് കടന്നു വരാവുന്നതാണ്. അനിത മേഡത്തിൻ്റെ കൗൺസിലിംഗ്
ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താഴെ ഞാൻ കോൺടാക്ട് നമ്പേഴ്സും ഒക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം ഞങ്ങളോടുകൂടെ സ്പെൻഡ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.